ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങൾക്കൊരു പായം തന്നിരിക്കുന്നത് അത് നമ്മുടെ ചക്ക കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്കയാണ്. ഞാൻ വരിക്കച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലൊന്ന് അരച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ചുളയെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ തേങ്ങാക്കൊത്ത്, റേസിൻസ്, കാഷ്യൂ, കാർഡമം പൗഡർ. ഇത് പശുവിൻ പാലാണ് 1 കപ്പ്. ഇത് തേങ്ങയുടെ 2ാം പാല്, ഇത് തേങ്ങയുടെ 1ാം പാല്, ഇത് കുറച്ച് ശർക്കര പാനിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ചേരുവകൾ. അപ്പോൾ ഞാൻ അടിക്കട്ടിയുള്ളൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കുകയാണ്. ശർക്കര പാനി ഒഴിച്ച ശേഷം അതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ചക്കയിട്ട് ഇളക്കി കൊടുക്കാം. ചക്കയിട്ട ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറി ഒന്ന് ലൂസ് പരുവമാവും. അതുവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ചെറുതീയിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. ഏകദേശം ഈ ഒരു പരുവമാവുന്നവരെ, ഈ കാണിക്കുന്ന പരുവമാവുന്നവരെ നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ഒഴിക്കാൻ പോകുന്നത് 2ാം പാലാണ്. 2ാം പാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ വെള്ളം ചേർത്ത് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പാലാണ് 2ാം പാൽ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെയും വെള്ളം ഏകദേശം വറ്റി ഒന്ന് കുറുകുന്ന പരുവമാവണം. അതാകുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ പശുവിൻ പാലാണ് ഒഴിക്കുന്നത്. 1 കപ്പ് പശുവിൻ പാൽ ഒഴിക്കുന്നുണ്ട്. അതും നന്നായിട്ട് കുറുകുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. തീ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൂടിപ്പോരുത്, മീഡിയം പരുവത്തിൽ വേണം. ഇത് കാർഡമം പൗഡറാണ്. പെട്ടെന്ന് ഏലക്കാപ്പൊടി ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഏലക്ക എടുത്തിട്ട് അതിൽ ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ട് പൊടിച്ചിരിച്ചിട്ട്, അപ്പോൾ പെട്ടെന്ന് ഷുഗറും കൂടി ഇട്ടാൽ പെട്ടെന്ന് അത് പൊടിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് നമ്മൾ ഒഴിക്കുന്നത് തനിപ്പാലാണ്, നമ്മുടെ 1ാം പാൽ. 1ാം പാൽ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ എടുത്തിരിക്കുന്ന പാലാണ്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചൂടായ ശേഷം വാങ്ങി വെക്കാം നമുക്ക്. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്ത് കാഷ്യൂനട്ട്, റൈസിൻസ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ തേങ്ങാക്കൊത്താണ് ഫ്രൈ ആക്കുന്നത്. കാര്യം അത് ഫ്രൈ ആയി വരാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ അത് ഫ്രൈ ആയി വന്ന ശേഷം നമുക്ക് കാഷ്യൂനട്ടും റൈസിൻസും ഇട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഞാനിതിന് ആദ്യമേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 2 ചക്കച്ചുള എടുത്ത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, ജസ്റ്റ് ഇത് നമ്മൾ ലൂസ് പായസമാണ്, അപ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അത് തീർത്തും ഓപ്ഷണലാണ്. ലൂസായിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ തന്നെ എടുക്കാം. അപ്പോൾ നമുക്കൊന്ന് കടിച്ച് അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആ സെയിം നെയ്യിലേക്ക് തന്നെ ഞാൻ കുറച്ച് ചക്ക അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആകേണ്ട, ജസ്റ്റ് ഒന്ന് മൂത്താൽ മതി. അപ്പോൾ ആ സെയിം നെയ്യിൽ തന്നെ ഒന്ന് ചൂടായി എടുക്കട്ടെ. ചൂടായ ശേഷം നമുക്ക് അതും കൂടെ ഈ പായസത്തിലേക്ക് ആ നെയ്യോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പായസത്തിന് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും നമുക്ക് ഇതും കൂടെ ഉണ്ടാകുമ്പോൾ. ഓപ്ഷണലാണ്. അപ്പോൾ വീട്ടിൽ ചക്ക അവൈലബിൾ ആയിട്ടുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി, നല്ല സ്വാദുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്.